പാലക്കാട് കഞ്ചിക്കോട്ടെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ഒയാസിസിനെതിരെ മിച്ചഭൂമി കേസ്. ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി PS വിനയ നിയമസഭയിൽ നിന്നും ചേരുന്നുണ്ട്. PS വിനയ, ഒയാസിസിനെതിരെ മിച്ചഭൂമി കേസെടുക്കാമെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പാലക്കാട് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായതാണ്. CPM-ഉം CPI-യും തന്നെ ഇതിൽ രണ്ട് തട്ടിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ഈ മിച്ചഭൂമി കേസെടുക്കാനായി ഒയാസിസ് കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസെടുക്കാനായുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. ചട്ടപ്രകാരം, അതായത് ഭൂപരിഷ്കരണ നിയമപ്രകാരം 15 ഏക്കർ ഭൂമിയാണ് ഇവർക്ക് കൈവശം വെക്കാൻ കഴിയുക. പക്ഷേ ഇപ്പോൾ ഒയാസിസ് കമ്പനിയുടെ കൈവശം ഇരിക്കുന്നത് 25 ഏക്കറോളം ഭൂമിയാണ്. ഈ അധികമായി വന്നിട്ടുള്ള ഈ ഭൂമി അതേത് തരത്തിലാണ് ഈ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതായത് 9 ആധാരങ്ങൾ പ്രകാരമാണ് ഈ ഭൂമി ഒയാസിസ് കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏത് രീതിയിലാണ് എന്നുള്ള വിഷയം വിശദമായി പരിശോധിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ പാലക്കാട് താലൂക്ക് ലാൻഡ് റവന്യൂ ബോർഡിനോട് സംസ്ഥാന ലാൻഡ് റവന്യൂ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിവരം റവന്യൂ മന്ത്രി K. രാജനാണ് നിയമസഭയിൽ അറിയിച്ചത്. ഈ പാലക്കാട് മദ്യനിർമ്മാണ കമ്പനി തുടങ്ങുന്നതിനായി ഒയാസിസിന് പ്രാരംഭ അനുമതിയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രാരംഭ അനുമതി ലഭിച്ചിട്ടുള്ള ഒയാസിസ് ഈ 25 ഏക്കറോളം ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് നിയമാനുസൃതമായിട്ടാണോ, ഏത് ചട്ടപ്രകാരമാണ് അങ്ങനെയെങ്കിൽ ഇത് കൈവശം വെച്ചിരിക്കുന്നത് എന്നെല്ലാം സംബന്ധിച്ച് പ്രതിപക്ഷ MLA-മാർ M. വിൻസെന്റ് അടക്കം നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ ചോദ്യത്തിന് സഭയുടെ മേശപ്പുറത്ത് വെച്ച മറുപടിയിലാണ് മന്ത്രി K. രാജൻ ഇത് സംബന്ധിച്ച് മിച്ചഭൂമി പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള മറുപടി നൽകിയിരിക്കുന്നത്. ശരി, ഒയാസിസിനെതിരെ മിച്ചഭൂമി കേസെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിയമസഭയിൽ നിന്നും PS വിനയ.